കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ നാശം വിതച്ച ഇടങ്ങളിലൊക്കെ തന്നെ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നതാണ് ഈ ദിനത്തിൽ ആശ്വാസകരമാകുന്ന ഒന്ന്. പക്ഷേ സംസ്ഥാനത്ത് ഇന്നും നാളെയുമൊക്കെ ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലർട്ട് എന്നാൽ തീവ്ര മഴ മുന്നറിയിപ്പ് തന്നെയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ജില്ലകളിൽ എല്ലാം തന്നെ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ ഉള്ളത്. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റു താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ അവധിയിലാണ്. പത്തനംതിട്ട, ആറന്മുള മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല, അപ്പർ കുട്ടനാട് മേഖലകളിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ക്യാമ്പുകളിൽ നിന്ന് നിരവധി പേർ ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങുന്നുണ്ട്. മറ്റന്നാൾ വരെ ജാഗ്രത നിലനിൽക്കുന്നതിനാൽ മറ്റുള്ളവർ ക്യാമ്പിൽ തന്നെ തുടരുന്ന സാഹചര്യം ആണ് ഉള്ളത്. കോട്ടയം ജില്ലയിൽ കനത്ത മഴയ്ക്ക് ശമനം വന്നതോടെ പ്രധാന വഴികളിൽ നിന്ന് ഉൾപ്പെടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. പ്രധാന നദികളിൽ എല്ലാം മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ നേരിയ തോതിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. കോഴിക്കോട് മഴയ്ക്ക് കുറവ് വന്നുവെങ്കിലും മഴക്കെടുതിയെ തുടർന്നുണ്ടായ ദുരിതത്തിന് വലിയ ശമനമൊന്നും ഉണ്ടായിട്ടില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമുണ്ട്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ഇന്ന് അവധി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിൽ ചെറുകിട അണക്കെട്ടുകളിൽ അതായത് മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിന് പ്രത്യേകിച്ച് യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം. ഇതിനിടയ്ക്ക് ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചിട്ടുണ്ട്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 4-ാം മൈലിൽ ആണ് ഈ അപകടമുണ്ടായത്. തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച വാഹനം ആണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരാളുടെ നില അതീവ ഗുരുതരം എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രിയ പ്രേക്ഷകരെ, മഴക്കെടുതിക്ക് വലിയ ശമനം ഉണ്ടോ? എന്താണ് ഇന്നത്തെ സാഹചര്യം? നമ്മൾ ആദ്യം അതിലേക്കാണ് വിശദമായ. ആദ്യം ശ്രീജിത്ത് ഉണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഇത്തവണ മഴ ശക്തമായപ്പോൾ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ച ജില്ലകളിലൊന്ന് കോട്ടയമാണ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ, ഇടുക്കി ജില്ലകളിലായിരുന്നു ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടത്. കോട്ടയത്തടക്കം ഇപ്പോൾ മഴ കുറഞ്ഞിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഈ വെള്ളം ഇറങ്ങിയാൽ പോലും വീടുകൾ വൃത്തിയാക്കുക, ഇഴജന്തുക്കളുടെ ശല്യമുണ്ടാകാം, പാമ്പുകൾ ഒളിച്ചിരിക്കുന്നുണ്ടാകാം. അങ്ങനെ വലിയ ആശങ്കയിൽ തന്നെയാണ് ഈ വീടുകളുടെ ക്ലീനിങ് ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. ശ്രീജിത്ത്, അഭിലാഷ, ക്ലീനിങ്ങിലേക്ക് കടക്കാനായിട്ടില്ല. പ്രത്യേകിച്ച് കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല, അവിടെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴ പലയിടത്തും പെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട, തീക്കോയ് മേഖലകളിലൊക്കെ മഴ പെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു വെള്ളപ്പൊക്കത്തിന് കാരണമാകാവുന്ന നിലയിലേക്കുള്ള വലിയ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ്. കോട്ടയം താലൂക്കിൽ ഇന്ന് അവധിയാണ്. കോട്ടയം താലൂക്ക് ഏതാണ്ട് പല മേഖലകളിലും പ്രധാന വഴികളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വെള്ളക്കെട്ട് തുടരുന്ന കാഴ്ചയാണ്. ഞാനിപ്പോൾ ഉള്ളത് 15 കടവ് റോഡിലാണ്. അതായത് കോട്ടയം നഗരത്തോട് ചേർന്നുള്ള ഭാഗം തന്നെയാണ്. ഇവിടെയൊക്കെ വീടുകളിൽ പലയിടത്തും വെള്ളം ഇപ്പോഴും ഉണ്ട്. വീടുകളിലേക്ക് കയറിയ വെള്ളം ചില ഉയർന്ന സ്ഥലങ്ങളിലുള്ള വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയ സാഹചര്യവും ഉണ്ട്. ഇത് ഈ പ്രധാന വഴികളിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഉൾവഴികൾ, അവിടെയുള്ള വീടുകൾ, താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ വെള്ളം കുറച്ച് ദിവസം കൂടി ഒരുപക്ഷെ തുടരാനാണ് സാധ്യത. വീട്ടിൽ വെള്ളം ഉണ്ടോ ഏട്ടാ? വീട്ടിൽ വെള്ളമുണ്ട്. ഇവിടെ ഏത് ഭാഗത്താണ് വീട്? ഇവിടെ നമ്മുടെ പഴഞ്ഞിക്കട കടൽ റൂട്ടിലേക്ക് പോകണം. അവിടെ സ്വരമുക്കെന്ന് വരെ ഇപ്പുറത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. മൊത്തം വെള്ളം കയറി നശിച്ച് കിടക്കുവാണ്. അതായത് ഈ വാർഡെന്ന് പറയുന്ന സംഭവം ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലമായിരുന്നു. കോട്ടയം മുനിസിപ്പാലിറ്റി ഇത്രയും കെട്ടിയ ഒരു കര, ഞാൻ വ്യക്തമായിട്ട് പറയണം, 2 പാർട്ടിക്കാരും കണക്കാണ്. ഇവരാരും നമുക്കൊരു ഉപകാരം ചെയ്യത്തില്ല. ഇത്തരം ഈ പ്രശ്നം ഉണ്ടാകും ഒരു അന്വേഷിക്കാൻ പോലും ഒരു മനുഷ്യൻ വന്നിട്ടില്ല. ഞങ്ങളെപ്പോലെ ചുമ്മാ ഇങ്ങനെ ജീവിക്കുന്നു. ഞങ്ങളെ നികുതിപ്പണം എല്ലാം കൊടുത്ത് നമ്മളിങ്ങനെ ജീവിക്കുന്നു, എല്ലാവരും ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ അന്വേഷിക്കുന്ന പോലും. ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്യാമ്പ് ഞങ്ങൾ പോയില്ല. ഞങ്ങൾ പോയിട്ടില്ല. ഇവിടെ തന്നെ കിടക്കുമായിരുന്നു. നമ്മളെ വീട് വിട്ട് പോകാൻ കിടക്കാൻ പറ്റുമോ? വീട്ടിൽ കിടക്കാം. ഞങ്ങൾ കട്ടിലേക്ക് കയറി കിടക്കുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമ്മളങ്ങനെ ജീവിച്ചു പോകണം. അങ്ങനെ ശീലമായി പോയി. കട്ടിലപ്പോൾ ഉയർത്തി വെച്ചോ? ഉയർത്തി വെച്ച് കട്ടപ്പൊക്കത്തൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കുവാണ്. ഈ വാർഡെന്ന് പറയുന്ന സാധനം ഒരു ഉപകാരം ചെയ്യാത്തൊരു വാർഡ്. ഇതുപോലെ ഒരു സംഭവം ഞാനിവിടെ ഉള്ളവനല്ല.
ഞാൻ എളമ്പള്ളിപ്പാലം താഴെ താമസിക്കുന്നതിനാണ്. ഇവിടെ താമസിക്കാൻ വന്നതാണ്. ഒരു 10-15 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നിടത്ത് വഴി പോലും പോകുന്നവരില്ല. വഴി ഇത്രയും വെള്ളം എൻ്റെ വഴിക്കകത്ത്. ഞാൻ 2 തോർത്തെടുത്തോണ്ടാണ് വന്നത്. ടൗണിൽ പോവാ. അതായത് നിങ്ങൾക്ക് ഇനി ജോലിയൊക്കെ തുടങ്ങുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കൂടെ ഇറങ്ങി പോകണം, തോർത്തൊക്കെ ആയിട്ട് കെട്ടി വന്നു. അല്ലെങ്കിൽ വെള്ളം മേടിച്ച് വരും, സർക്കാർ വെള്ളം മേടിച്ച് വരിക, വഴി പൊക്കി തരത്തില്ല. അവിടെ 3 കൗൺസിലർമാർ വന്നു. ഇവരോടെല്ലാം ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ജീവിക്കുന്ന മനുഷ്യൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാം. ഇവരാരും ചെയ്തു തരത്തില്ല ഒരു വഴിക്കെട്ട് പറയാമെന്നെല്ലാം മാക്സിമം എല്ലാവരും പറഞ്ഞു. ആ നാളെ ആട്ടെ. പിന്നെ ഇപ്പോൾ സനൽ ഞങ്ങളുടെ കൗൺസിലർ സനൽ സ്ഥലത്ത് പോലും ഇല്ല. നമുക്ക് ഒരു ഉപകാരം ഇവരെ കൊണ്ടൊന്നും കിട്ടുന്നില്ല. എന്തിനും ഇവരിങ്ങനെ വോട്ട് ചോദിച്ച് നമ്മളെ വന്ന് ഉപദ്രവിക്കുന്നല്ലാതെ ഒരു പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഞാൻ നിർത്തുവാണ്. എൻ്റെ ഇത് ഞാൻ പറയാം, എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. കുറച്ച് ദിവസം കൂടെ വെള്ളം ഉണ്ടാവും. ഉണ്ടാവും. ഈ വെള്ളം മാറത്തില്ല. ഇതിങ്ങനെ പയ്യെ പോകത്തുള്ളൂ എന്നാന്ന് പറഞ്ഞാലും. അഭിലാഷ്, അതാണ് സാഹചര്യം. പൊതുവെ ഇവിടെയൊക്കെയുള്ള വീടുകളുടെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ വഴിയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വഴിയിലും വീട്ടിലുമൊക്കെ സമാനമായ രീതിയിലുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്ക് ഇവിടെയൊക്കെ നോക്കുമ്പോഴും സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം ഈ വീട്ടിലൊക്കെ അല്പം ഇറങ്ങിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ പരിപൂർണമായിട്ടും വീട്ടിലൊരു താമസയോഗ്യമാകുന്ന നിലയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ദിവസം കാത്തിരിക്കേണ്ടി വരും. പൊതുവിൽ കോട്ടയത്തിന്റെ ഒരു പടിഞ്ഞാറൻ മേഖലയിൽ ഇതിപ്പോൾ ഈ റോഡിന്റെ കുറച്ച് ഭാഗത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇത് പൂർണ്ണമായും വെള്ളം കയറിയ നിലയിലായിരുന്നു. പക്ഷേ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ കടയൊക്കെ ഉള്ള സ്ഥലത്ത് ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. ഇതിനുള്ളിലേക്ക് വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ചിലരൊക്കെ ഇപ്പോൾ പുതിയ ആളുകളൊക്കെ വീട് വെക്കുമ്പോൾ വീട് അല്പം ഉയർത്തി വെക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ വെള്ളമൊന്നും അങ്ങനെ കയറാത്ത നിലയായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഇങ്ങനെയുള്ള പല റോഡുകളും ഈ കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് ഇനിയും അങ്ങനെ ദിവസങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. അഭിലാഷ്, അതായത് ശ്രീജിത്ത് ഇപ്പോൾ നിൽക്കുന്ന ആ പ്രദേശമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഇതിലും കൂടുതൽ ഉയരത്തിൽ വെള്ളം കയറുകയും വീടിനകത്ത് വെള്ളം കയറുകയും കടകൾക്കുള്ളിൽ വെള്ളം കയറുകയും ഒക്കെ ചെയ്ത സാഹചര്യമാണുള്ളത്. ശ്രീജിത്ത് പറയുന്നതനുസരിച്ച് കൃത്യമാണ്. അതായത് ക്ലീനിങ്ങിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. അപ്പോൾ ശ്രീജിത്ത്, ഈ വെള്ളം പൂർണ്ണമായും ഇറങ്ങേണ്ടതുണ്ട്, വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ വീടുകളിലേക്ക് മാറിയിട്ടുള്ളവർക്ക് ഇപ്പോഴും അവിടേക്ക് തിരികെ എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലേ ഉള്ളത്? അഭിലാഷ്, എല്ലായിടത്തും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ക്യാമ്പുകളിൽ നിന്ന് വിട്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുള്ളവരുണ്ട്. ഇപ്പോൾ ഓരോ സ്ഥലമല്ലേ, എങ്കിലും ഒരാഴ്ച കൂടിയെങ്കിലും കുറഞ്ഞത് ക്യാമ്പിലൊക്കെ കഴിയേണ്ടി വരുന്ന നില ജില്ലയിലെ ഈ ജില്ലയിലെന്നല്ല, കോട്ടയം താലൂക്കിലും ചങ്ങനാശ്ശേരി താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകും. അതാണ് സാധാരണഗതിയിൽ അത് കണ്ടുവരുന്നതാണ്. അത് തന്നെ ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. അതായത് ഇതിനിപ്പോൾ ഇത് പ്രധാന റോഡിലുള്ള കാഴ്ചകളാണല്ലോ ഈ കാണുന്നത്. ഇതിന് ഉള്ളിലേക്കും ഒരുപാട് വഴികളും ഇടവഴികളും ഉൾപ്രദേശങ്ങളും ഇതിലും താഴ്ന്ന പ്രദേശങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. കാരണം ഇവിടുത്തെ വെള്ളം അങ്ങനെ പുഴയിലേക്കൊന്നും ഇറങ്ങി പോകുന്നതല്ല. പാടങ്ങളിലൂടെ തന്നെ വേമ്പനാട്ട് കായലിലേക്കൊക്കെ ഇറങ്ങിപ്പോവേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ഇവരൊക്കെ ഇപ്പോൾ പ്രധാന ടൗണിലേക്കൊക്കെ ജോലിക്ക് വരേണ്ടതടക്കം ഇങ്ങനെ ഈ വീടുകളിൽ നിന്ന് ഇറങ്ങി തോർത്തൊക്കെ ഉടുത്ത് കരക്കെത്തി അവിടെ നിന്ന് വേറെ വസ്ത്രം ധരിച്ചൊക്കെ പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് പലയിടത്തും ഉള്ളത്. ഇതിപ്പോൾ ടൗണുമായിട്ട് ഏറ്റവും ഒരുപക്ഷെ നമ്മൾ കാണിക്കുമ്പോൾ ദുരിതം ഒരൽപ്പം ഇതിലും ദുരിതമുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് പക്ഷേ എത്തപ്പെടാൻ പറ്റാത്ത വള്ളത്തിലൊക്കെ പോകേണ്ടി വരുന്ന സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും ഈ ദുരിതം തുടരും എന്ന കാര്യത്തിൽ കുറച്ച് ദിവസം കൂടിയെങ്കിലും പലയിടങ്ങളിലും ദുരിതം തുടരാനാണ് സാധ്യത. അഭിലാഷ്, യെസ്, ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. ശ്രീജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചിലയിടങ്ങളിലൊക്കെ വെള്ളമിറങ്ങി ആളുകൾ ആശ്വാസത്തിന്റെ തീരത്തെത്തിയിട്ടുണ്ട് എങ്കിൽ മറ്റു പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവായിട്ടില്ല. അതുകൊണ്ട് വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ ഉൾപ്പെടെ അതിന് ശ്രമകരമാകുന്ന ഒരു ദൗത്യമാണ്. ഇതിനിടെ നമുക്കറിയാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറിയിട്ടുണ്ട്. ഒരു ജില്ലയിലും അങ്ങനെ പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നില്ല. ഒരുപക്ഷെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതമൊക്കെ അനുഭവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രയാസകരമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. സ്കൂളുകൾ തുറന്ന പശ്ചാത്തലത്തിൽ അവർക്ക് പക്ഷേ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ആകില്ല. പലരും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ വീട്ടിലായിരിക്കും, ചിലരെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരിക്കും. അവിടേക്കൊക്കെ പോകുമ്പോൾ കയ്യിൽ പുസ്തകങ്ങളൊന്നും കരുതാൻ പറ്റണം എന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.